പ്രേംലാലേ, നമ്മുടെ ഈ പശ്ചിമേഷ്യൻ സംഘർഷം, ഹോർമൂസിൻ്റെ അട്ടിപ്പേർ അവകാശം ഇറാന് തന്നെ വേണം എന്ന ഇറാൻ്റെ ആവശ്യം, അത് ഈ യുദ്ധത്തിൽ അത് ഈ പറയുന്ന മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷത്തിന് ഒരു അയവ് കാണാൻ കഴിയുമോ? മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് അത് വളരെ തന്ത്രപരമായ ഒരു സംഗതിയാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലേ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു പേർഷ്യൻ ഗൾഫും ഒമാൻ കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴി, അതാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു വശത്ത് അതിൻ്റെ വടക്ക് വശത്ത് ഇറാനും തെക്ക് വശത്ത് ഒമാനും UAE-യുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഹോർമൂസ് കടലിക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ പേർഷ്യൻ ഗൾഫിനെ ഒമാനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴി എന്നതിനപ്പുറം ഇതിലൂടെ ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അറബിക്കടലിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പോൾ ലോകത്ത് കപ്പൽ ഗതാഗതം വലിയ രീതിയിൽ നടക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഒരു ദിവസം പരമാവധി 133 കപ്പലുകൾ വരെ, അങ്ങനെ ഒരു വർഷം 33,000 കപ്പലുകൾ വരെ കടന്നു പോകുന്ന ഒരു കടലിടുക്കാണിത്. കൂടാതെ ഈ പോകുന്ന കപ്പലുകളിൽ ഏതാണ്ട് 70% ഒന്നെങ്കിൽ ക്രൂഡ് ഓയിൽ, അല്ലെങ്കിൽ പ്രകൃതിവാതകമോ അല്ലെങ്കിൽ പാചകവാതകമോ കയറ്റിക്കൊണ്ടുള്ള ഒരു കപ്പലാണ്. അപ്പോൾ ഈ സംഘർഷം തുടങ്ങി കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളുടെ എണ്ണം 5 മുതൽ 15 വരെയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇറാനാണ്, മറുഭാഗത്തുള്ളത് ഒമാനാണ്. പക്ഷേ ഈ കടലിടുക്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ചുമതല, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അവരുടെ ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നത് കാലങ്ങളായിട്ട് ഇറാൻ തന്നെയാണ്. അവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC എന്നറിയപ്പെടുന്ന സൈനിക വിഭാഗമാണ് ഈ പറയുന്ന ഈ ഹോർമൂസ് കടലിടുക്കിൽ സൈനിക ഉപരോധമൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ, യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് രണ്ട് രാജ്യങ്ങളും, അതായത് അമേരിക്കയും ഇറാനും വലിയ രീതിയിലുള്ള നാവിക ഉപരോധം ഏർപ്പെടുത്തി. ആദ്യം ഇറാനാണ് അതിലൂടെ പോകുന്ന കപ്പലുകളെയൊക്കെ തടഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ അമേരിക്ക പോലെയുള്ള വലിയ ഒരു സൈനിക ശക്തി ഇറാന് മേൽ ആക്രമണം നടത്തിയപ്പോൾ ഇറാനും കൂളായിട്ട് നിന്നതിൻ്റെ കാരണം ഈ ഹോർമൂസ് കടലിടുക്കിൽ അവർക്കുള്ള നിർണായക ശക്തി ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവർ ഹോർമൂസ് കടലിടുക്കിൽ IRGC സൈനികമായി ഇടപെട്ടാൽ അത് ആഗോളതലത്തിൽ വലിയ പ്രശ്നമുണ്ടാകും. അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് പോലും നേരിടേണ്ടി വരുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവർ ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. ഈ ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള പരമാധികാരം, ഇപ്പോൾ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയാണല്ലോ. അപ്പോൾ വ്യവസ്ഥകളിൽ പ്രധാന വ്യവസ്ഥയായിട്ട് അവർ ഉന്നയിച്ച ഒരു കാര്യം ഈ ഹോർമൂസ് കടലിടുക്കിൽ അവരുടെ പരമാധികാരം അംഗീകരിച്ചു കൊടുക്കണം. ഒരു ഘട്ടത്തിൽ ഇവർ ആ ഹോർമൂസ് കടലിടുക്കിൽ കൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ പിരിച്ചുകൊണ്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 130-ലധികം കപ്പലുകൾ പോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 5-15 വരെ കപ്പലുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഇറാനുമായിട്ട് അതീവ സൗഹൃദത്തിലുള്ള രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് മാത്രമേ അനുമതി കൊടുക്കുകയുള്ളൂ. അപ്പോൾ മറ്റ് രാഷ്ട്രങ്ങളുടെ കപ്പലുകൾ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഏതാണ്ട് $80 മില്യൺ ടോൾ നൽകണം എന്നുള്ള ഒരു വ്യവസ്ഥ അവർ വെച്ചിരുന്നു. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഇപ്പോൾ അവരുടെ ഇറാൻ്റെ സൗഹൃദ രാഷ്ട്രമാണ് ഇന്ത്യക്ക് പോലും അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരു അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ്. അവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം അംഗീകരിച്ചു കൊടുത്താൽ അത് അന്താരാഷ്ട്ര തലത്തിൽ ചരക്ക് നീക്കത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ആർക്കും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഇറാൻ അതിൽ കടുംപിടുത്തം പിടിക്കുകയാണ്. ഇപ്പോൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ കപ്പൽ ഗതാഗതം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജേണലുണ്ട്. അതിൻ്റെ പേര് ഫ്ലോയ്ഡ്സ് ലിസ്റ്റ് എന്നാണ്. ആ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം പ്രകാരം, അല്ലെങ്കിൽ കുറിപ്പ് പ്രകാരം, PGSA എന്ന്, അതായത് ദ പേർഷ്യൻ ഗൾഫ് സ്ട്രെയ്റ്റ് അതോറിറ്റി, ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഇറാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു ബോഡിയാണ്. അപ്പോൾ അവർ പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശപ്രകാരം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു വെസൽ ഇൻഫർമേഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, ആ കപ്പൽ ചാലിലൂടെ കടന്നു പോകുന്ന കപ്പൽ വേണ്ട വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം, അല്ലെങ്കിൽ വേണ്ട രേഖകൾ ഞങ്ങൾക്ക് നൽകണം എന്ന ഒരു സത്യവാങ്മൂലം ഞങ്ങൾക്ക് നൽകണം. ആ സത്യവാങ്മൂലത്തിൽ ഒരു 40 ചോദ്യങ്ങളുണ്ട്, ഒരു ചോദ്യാവലി തന്നെയുണ്ട്. ആ ചോദ്യാവലി അനുസരിച്ച് ഈ കപ്പലിൻ്റെ പേര്, അതിൻ്റെ തിരിച്ചറിയൽ നമ്പർ, മുൻപ് എന്തെങ്കിലും പേരുണ്ടായിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഈ പറയുന്ന കപ്പലിൻ്റെ രജിസ്ട്രേഡ് ഓണർമാരുടെ ദേശീയത, അവർ കഷ്ടകാലത്തിന് വല്ല അമേരിക്കക്കാരോ
ഇസ്രായേൽ പൗരന്മാരാണെങ്കിൽ ആ കപ്പലിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. പിന്നെ ആ കപ്പലിൽ അടങ്ങിയിരിക്കുന്ന ചരക്കിൻ്റെ വിവരങ്ങൾ, അങ്ങനെ ഇത്തരത്തിൽ ഒരു 40ഓളം ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയുണ്ട്. ഇതിന് തൃപ്തികരമായ മറുപടി നൽകുന്നതിനോടൊപ്പം ഈ കപ്പൽ ചാലിലൂടെ കടന്നു പോകുന്നതിന് മുൻപായിട്ട് യാത്രാനുമതി തേടിയിരിക്കണം. അപ്പോൾ യാത്രാനുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദിഷ്ട തുക ടോൾ എമൗണ്ടായിട്ടും കിട്ടിയിരിക്കണം എന്നുള്ളതാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ PGSA എന്ന് പറയുന്ന ആ ഒരു ബോഡി കപ്പൽ കമ്പനികൾക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ info@pgsa.ir എന്ന ഡൊമൈനിൽ നിന്നാണ് ഈ മെയിൽ പോയിരിക്കുന്നത്. അതായത് ഈ കപ്പൽ ചാലിലൂടെ കടന്നു പോകുന്നവർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ, മുൻകൂട്ടി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ രീതിയിലാണ് ഈ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു ലോകരാഷ്ട്രങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയില്ല. അതെ. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ ശേഷം വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. ഏതാണ്ട് 1000-നടുത്ത് കപ്പലുകൾ ഈ ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകാനായിട്ട് ഇപ്പോഴും കാത്ത് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കൂടാതെ അവിടെ സംഘർഷങ്ങളിൽ 3 കപ്പലുകൾ അമേരിക്കയും 3 കപ്പലുകൾ ഇറാനും, അതിലൊന്നും ഇന്ത്യയിലേക്ക് വരേണ്ടിയിരുന്ന കപ്പലാണ്. ഇറാൻ നേരത്തെ പിടിച്ചെടുത്ത ഒരു സംഭവം കൂടിയുണ്ട്. പിന്നെ അവിടെ ഏതാണ്ട് 22ഓളം കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. വെടിവെപ്പ് മുതൽ ഡ്രോൺ ആക്രമണം വരെ ഉണ്ടായിട്ടുണ്ട്. 12 പേർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ട സംഗതി കൂടിയുണ്ട്. കൂടാതെ ഈ ഹോർമൂസ് കടലെടുക്ക ഇത്ര തന്ത്രപ്രധാനമാകാൻ കാരണം ഇതിന് ചിലയിടത്ത് പരമാവധി ഇതിൻ്റെ വീതി 33 കിലോമീറ്റർ മാത്രമാണ്. അതിൽ ചില മേഖലയിൽ മാത്രമേ ഈ ചരക്ക് കപ്പലുകൾക്ക് കടന്നു പോകാനായിട്ടുള്ള ആഴം 60 മീറ്ററിന് മുകളിലായിട്ടുള്ള ആഴം പരിമിതമായ സ്ഥലത്ത് മാത്രമേ, ഈ 33 കിലോമീറ്റർ വീതിയുള്ള സ്ഥലത്ത് കപ്പലുകൾക്ക് കടന്നു പോകാൻ മാത്രമായ പരിമിതമായ സ്ഥലം കുറച്ച് മാത്രം ഏരിയ ഉള്ളൂ. അപ്പോൾ ഇത് ഇറാനെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമായ സംഗതിയാണ്. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായതിൽ 17ഓളം കപ്പലുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ല പ്രേമ, ഇതിൽ എനിക്ക് ഇടയ്ക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ യുദ്ധം വെടിനിർത്തൽ പരസ്പരം പ്രഖ്യാപിക്കും തോറും ഈ അമേരിക്കയാണല്ലോ തിരിച്ച് ഈ ആക്രമണം തുടങ്ങി വെക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനൊക്കെ കൂടെയുള്ള ഒരു മറുപടിയായിട്ട് ആണ് ഇറാൻ ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ വെക്കുന്നത് എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് ഈ പറയാതെ തന്നെ, അത് വായിക്കാതെ തന്നെ വായിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറാന്റെ ഏറ്റവും വലിയ പിടിവള്ളിയാണ് ഈ ഹോർമൂസ് എന്ന് പറയുന്നത്, ഹോർമൂസ് കടലെടുക്ക്. അതിൻ്റെ സ്ഥാനവും അതിൽ ഇറാൻ തന്ത്രപ്രധാന മേഖലകൾ ഇറാൻ കൈവശപ്പെടുത്തിയിരിക്കുന്നതും എല്ലാം തന്നെ അത് അനിഷേധ്യമായ ഒരു പ്രശ്നമായി ഇപ്പോഴുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് പോലും ഒരു പരിധിക്കപ്പുറം അവിടെ ഇടപെടാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ച അതെ, ഇവിടെ ഈ കപ്പൽ ഉപരോധം എന്ന് പറയുന്നത് ഇറാൻ മാത്രമല്ല, അമേരിക്കയും പ്രഖ്യാപിച്ചു. ഇറാനും ഒരു എണ്ണ ഉൽപ്പാദക രാജ്യമാണല്ലോ. അപ്പോൾ അവരുടെ ചരക്കുകൾ പുറത്തേക്ക് പോകുക എന്നുള്ളത് ആ രാജ്യത്തിന്റെ വരുമാനത്തിന് ആവശ്യമാണ്. അതുമാത്രമല്ല പ്രേം, ഇത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇറാൻ ഏക പിടിവള്ളി എന്ന് പറഞ്ഞാൽ തങ്ങളെ ആക്രമിക്കുന്നവരും തങ്ങൾക്കൊരു പിടിവള്ളിയുടെ ഹോർമൂസ് ഉണ്ട്. അതെ. അപ്പോൾ നിങ്ങൾ ചെയ്യാവുന്ന ചെയ്തോ എന്ന രീതിയിൽ നിൽക്കുമായിരുന്നില്ലേ? അതെ. അപ്പം ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്. ഈ അമേരിക്ക പ്രഖ്യാപനം നടത്തിയിരുന്നു, ഈ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഞങ്ങൾ സുരക്ഷ ഒരുക്കും. അങ്ങനെ അമേരിക്കൻ സേനാ കപ്പലുകൾ അകമ്പടിയായിട്ട് പോകും എന്ന തരത്തിൽ പ്രതീതി വന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. നാറ്റോ സഖ്യ രാജ്യങ്ങളുടെയും ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ ഇക്കാര്യത്തിൽ അമേരിക്ക തേടി. പക്ഷേ ആരും അത്തരത്തിലുള്ളൊരു നടപടിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് വരാനും തയ്യാറായില്ല. അപ്പോൾ ഒരു പരിധിക്കപ്പുറം അമേരിക്കയ്ക്ക് പോലും, ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയ്ക്ക് പോലും ഈ ഹോർമൂസിൽ തൊട്ട് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് അവർ തൊട്ടപ്പുറത്ത ഖാർഗ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ പോയി ആക്രമണം നടത്തി അവിടെ സൈനിക താവളം ഉണ്ടാക്കാനൊക്കെ ശ്രമം നടത്തിയത്. പക്ഷേ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇറാൻ അവരുടെ കടുംപിടുത്തം ഇത്ര ഇതാക്കിയത്. നമ്മൾ പൊതുവേ വിലയിരുത്തുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അമേരിക്കയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പൊതുവിൽ വിലയിരുത്തെങ്കിൽ പോലും നിലവിൽ ഈ ഹോർമൂസ് ഒറ്റ കാരണം കൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിരോധം ഈ തരത്തിൽ അവർ സൃഷ്ടിച്ചിട്ടെടുത്തിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. കാരണം ലോകത്ത് ഈ ക്രൂഡ് ഓയിൽ കയറ്റി അയക്കുന്നതിൻ്റെ ഏതാണ്ട് 1/5 ഭാഗം കടന്നു പോകുന്ന, മൊത്തം ശതമാനക്കണക്കിൽ പറയുകയാണെങ്കിൽ 20% കടന്നു പോകുന്ന ഒരു സമുദ്ര കടലിടുക്കാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് 47% വന്നുകൊണ്ടിരുന്നത് ഈ ഹോർമൂസ് വഴിയാണ്. അപ്പോൾ കൂടാതെ ചൈന പോലും ഈ വിഷയത്തിൽ ഒരു പരിധിവരെ
ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടതിൻ്റെ കാരണം ഈ ഇറാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് 57% ഉപയോഗിക്കുന്നത് ചൈനയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇന്ധന സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അവിടെ ഈ ഹോർമൂസ് കടലിടുക്കിൽ അവിടെ സുരക്ഷിതമായി സ്വതന്ത്രമായി കപ്പൽ ഗതാഗതം ഉറപ്പുവരുത്തണമെന്നൊക്കെ ചൈന പോലും നിലപാടെടുത്തത് ആ രീതിയിൽ രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായതിൻ്റെ കാരണം ഈ മേഖലയിൽ ഇറാൻ എടുത്തിരിക്കുന്ന കടുംപിടുത്തവും അവരുടെ നിലപാടുകളും തന്നെയാണ്. ഏതായാലും ഇത്തരത്തിൽ പ്രേമ, എനിക്ക് ഒരു സംശയം കൂടി ചോദിക്കാനുണ്ട്. ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രയേലുമായി ചേർന്നുകൊണ്ട് അമേരിക്കയാണ് യുദ്ധം തുടങ്ങി വെക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു വലിയ പ്രശ്നമായി തീരുമെന്ന് തുടങ്ങിയവർക്ക് അപ്പോൾ കരുതാൻ കഴിഞ്ഞില്ല. വെറുതെ ഒരു ആക്രമണം ഇസ്രയേലിന് വേണ്ടി കയറി അടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഹോർമൂസിൽ ഉടക്കി ആകപ്പാടെ ലോകരാഷ്ട്രങ്ങളെല്ലാം ഈ തുടങ്ങിയവർക്ക് നേരെ തിരിയുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ എത്തിയിരിക്കുന്നത്? അല്ല, അതങ്ങനെ ഒരു മുൻധാരണ ഇല്ലാതെയാണ് അമേരിക്ക എടുത്ത് ചാടി ചെയ്തത്. അല്ലെ, അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാര്യം ട്രംപിന് കൃത്യമായ ഉപദേശം കിട്ടിയിരുന്നു. ഇറാനുമേൽ ഒരു പൂർണ്ണമായ സൈനിക അധിനിവേശം നടത്തുന്ന ആത്മഹത്യാപരമാണെന്ന് ട്രംപിൻ്റെ ഉപദേശക സംഘത്തിലുള്ളവർ തന്നെ മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷേ ട്രംപിന് ഒരു പരിധിക്കപ്പുറം ഇക്കാര്യത്തിൽ എന്താ പറയുക, ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് ട്രംപ് വലിയ രീതിയിൽ വഴിപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. ഒരു എടുത്തുചാട്ടം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ തുടങ്ങുന്നത് പോലെ തന്നെ പ്രധാനമാണ് എക്സിറ്റ് പ്ലാൻ എന്നുള്ളത് വളരെ നിർണായകമാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് പറ്റിയ അബദ്ധം, ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനം കൈവരിക്കേണ്ട നേട്ടമാണ് അവരുടെ സൈനിക മേധാവി അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പരമാധികാരിയെ നീക്കം ചെയ്യുക അല്ലെങ്കിൽ വധിക്കുക എന്നുള്ളത്. പക്ഷേ അമേരിക്കയും ഇസ്രയേലും യുദ്ധം തുടങ്ങിയത് തന്നെ അവരുടെ പരമാധികാരിയെ വധിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇറാന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നൊരു അവസ്ഥ ഇറാനെ സംബന്ധിച്ചുണ്ട്. അമേരിക്കയ്ക്ക് ഇനി പ്രത്യേകിച്ചൊന്നും നേടാനുമില്ല. കാര്യം അവരുടെ പരമാധികാരിയെ വധിച്ചു. അവിടെ അധികാരമാറ്റം ഉണ്ടാക്കാൻ ഒരു പരിധിവരെ അമേരിക്കയ്ക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധവിരാമം എന്നുള്ളതാണ് സാമാന്യ യുക്തിയിൽ ചിന്തിക്കേണ്ടത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചും ട്രംപിനെ സംബന്ധിച്ചും എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്ത ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അപഹാസ്യരായി ഒരു കാര്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഈ വരുന്ന 15-ാം തീയതി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഒരു പരിധിവരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നില്ലേ? അപ്പോൾ അതിനൊക്കെ കൂടെ ഒരു സാധൂകരണം ഈ ഇന്ത്യക്ക് വേണ്ട ഊർജ്ജം ലഭ്യമാകുന്നതിന് കൂടി വേണ്ടിയാണോ അദ്ദേഹത്തിൻ്റെ ഈ പോക്കെന്ന് പറയുന്നത്? ഈ 15-ാം തീയതിയാണ് അദ്ദേഹം പോകാൻ പോകുന്നത്. ആ യാത്രയിൽ ഈ യുദ്ധമടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടതില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യയും ഇപ്പോൾ യൂറോപ്പിലോട്ടുള്ള യാത്രാമധ്യയാണ് UAE-യിൽ പ്രധാനമന്ത്രി ഒരു 3 മണിക്കൂറോളം നേരം ചെലവഴിക്കാനായിട്ട് ഇറങ്ങുന്നത്. ആ 3 മണിക്കൂർ കൊണ്ട് ഈ യുദ്ധം പോലെയുള്ള അതിസങ്കീർണമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ ധരിക്കേണ്ടതില്ല. സന്ദർശനത്തിന് പ്രാധാന്യം ഇല്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. അല്ല, അങ്ങനെയല്ല. ഈ യൂറോപ്യൻ സന്ദർശനത്തിന് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്ന വലിയ ഊർജ്ജ പ്രതിസന്ധി അത് ഇറാനിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഇപ്പോൾ തൽക്കാലം മാറ്റി നിർത്താം. പക്ഷേ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന ക്രൂഡ് ഓയിൽ അടക്കമുള്ളത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു വരാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇറാനിൽ നിന്നല്ല നമ്മൾ ഏറിയ പങ്ക് വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം നിലവിൽ UAE-യിൽ നിന്ന് നമുക്ക് ഇന്ധനം കുറഞ്ഞ നിലവിൽ കിട്ടാനായിട്ടുള്ള സാധ്യത തെളിഞ്ഞിട്ടുണ്ട്. കാര്യം UAE OPEC കൂട്ടായ്മയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അവർക്കിപ്പോൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ എത്ര വേണമെങ്കിലും ഇന്ധനം അവർക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് അത് UAE-യുടെ ഏറ്റവും നല്ലൊരു വിപണിയും കൂടിയാണ്. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനായിട്ടുള്ള ഇന്ധനം ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ യൂറോപ്യൻ സന്ദർശനത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു 3 മണിക്കൂർ പ്രധാനമന്ത്രി മോദി UAE-യിലെത്തി അവിടുത്തെ ഭരണാധികാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഈ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനായിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. ഏതായാലും നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ പോകുന്നു. ഹോർമൂസിലെ വിഷയത്തിൽ ഇറാന്റെ നിലപാട് അത് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അതെ, ഏതായാലും ഈ ഇറാന്റെ ഈ ഏകപക്ഷീയമായ അല്ലെങ്കിൽ അവരുടെ കടുംപിടുത്തം ഒരു കാരണവശാലും അംഗീകരിച്ചുകൂടാ. അതിപ്പോൾ അമേരിക്കയുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ചിട്ടാണെങ്കിൽ പോലും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വിഷയമായതുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കാൻ നിർവാഹമില്ല. പക്ഷേ ഇറാൻ ഇവിടെ പ്രയോഗിക്കുന്നത് വലിയ തീവ്രമായ സമ്മർദ്ദതന്ത്രമായിട്ട് വേണമെങ്കിൽ കരുതാം. ഇത് അമേരിക്കയെ അവർ ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായ സൈനിക പിന്മാറ്റത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം, ഒരു കഠിനമായ തന്ത്രമായിട്ട് തൽക്കാലം വിലയിരുത്തിയാൽ മതിയാവും.